കിച്ചണിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയുമൊക്കെ ഗ്ലാസ് ബോട്ടിൽസിലാണ് വെക്കാറുള്ളത്. കാരണം അത് പുറമേക്ക് നന്നായി കാണാൻ സാധിക്കും, പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനും പറ്റും. കിച്ചൺ ഷെൽഫിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന ഗ്ലാസ് ഡബ്ബകളിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മുന്നിൽ വയ്ക്കുന്നതും. നമ്മൾ ദേഷ്യം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ മുന്നിൽ ഏറ്റവും അധികം വരുന്നതും ദേഷ്യം തന്നെയായിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നു, ഇന്നു മുതൽ മുളകുപൊടി ഉപയോഗിക്കില്ല, പകരം ശർക്കര ഉപയോഗിക്കും. എന്നാൽ ശർക്കരയുടെ ഡബ്ബ വളരെ പുറകിലാണ്. അതുകൊണ്ട് കുറച്ച് പരിശ്രമിച്ച് ഏറ്റവും പിന്നിലിരിക്കുന്ന ശർക്കര മുന്നോട്ട് കൊണ്ടുവരണം. കുറച്ച് പരിശ്രമിച്ച് ഏറ്റവും പിന്നിലുള്ള ഡബ്ബ മുന്നോട്ട് കൊണ്ടുവരുന്നു, ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ശർക്കരയുടെ ഡബ്ബ ഷെൽഫിന്റെ മുന്നിലിരിക്കാൻ തുടങ്ങുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങളുടെ പരിശ്രമം മാത്രമേ വേണ്ടുള്ളൂ. ഒരു ദിവസം മുഴുവനും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട കാര്യമില്ല. ദേഷ്യപ്പെടാൻ പാടില്ല, ശാന്തമായിരിക്കണം, നുണ പറയരുത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ആളുകൾ രാവിലെ 1 മണിക്കൂർ ആരോഗ്യത്തിനായി മാറ്റിവെക്കാറുണ്ട്. പിന്നെ മുഴുവൻ ദിവസവും വേറൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് താനെ ആരോഗ്യം ലഭിക്കുന്നു. എന്നാൽ അവർ ദിവസവും രാവിലെ 1/2 മണിക്കൂർ മാറ്റിവെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആത്മാവിൻ്റെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഓരോ കർമ്മവും എൻ്റെ എനർജി സർക്കിളിനെ, എൻ്റെ സർക്കിളിനെ വൈറ്റാക്കി മാറ്റണം. ഓരോ കർമ്മങ്ങളിലൂടെയും ഞാൻ ആശീർവാദം സമ്പാദിക്കണം. കാരണം അതുമാത്രമേ എൻ്റെ കൂടെ വരികയുള്ളൂ. നമ്മളെപ്പോഴും 2 ബാലൻസ് ഷീറ്റിനെ ശ്രദ്ധിക്കണം. ഉള്ളിലുള്ള ബാലൻസ് ഷീറ്റും പുറത്തുള്ളതും. നമ്മുടെ മുന്നിലൊരു സിറ്റുവേഷൻ വരുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്നു, അതിലൂടെ ഏതെങ്കിലും ഒരു ബാലൻസ് ഷീറ്റിൽ ലോസ് ഉണ്ടാകുന്നു. ആ ദിവസം നിങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. ഒരു തവണ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം പിന്നീട് ആത്മാവ് തനിക്ക് ആശീർവാദം ലഭിക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. കുറച്ച് പണത്തിന്റെ നഷ്ടമുണ്ടായാൽ പോലും അത് കാര്യമാക്കില്ല. ആരാണോ ആശീർവാദം സമ്പാദിക്കുന്നത് അവർ ഓട്ടോമാറ്റിക്കായി ധനവും സമ്പാദിക്കും. ആരാണോ ആശീർവാദങ്ങളുടെ ഓപ്പോസിറ്റായ ശാപങ്ങൾ ശേഖരിക്കുന്നത് കുറച്ച് നന്നായി പരിശ്രമിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ധനം സമ്പാദിക്കുന്നത് എന്നതാണ്. കാരണം വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ എനർജി ധനമാണ്. ധനം ശുദ്ധവും സാത്വികവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റായി ആശീർവാദങ്ങൾക്കൊപ്പം വേണം വീട്ടിലേക്ക് വരുന്നത്. ധനം ലക്ഷ്മിയാണെന്നാണ് പറയാറുള്ളത്. ലക്ഷ്മി എന്നാൽ ഡിവൈൻ മണിയായിട്ടുള്ളത്. അതായത് ഏത് ധനത്തിലാണ് മറ്റുള്ളവരുടെ ആശീർവാദങ്ങളുള്ളത് ആ ധനം വീട്ടിലേക്ക് സന്തോഷവും കൊണ്ടുവരും. ആശീർവാദം എങ്ങനെയാണ് ലഭിക്കുക? നമ്മൾ ആരോടൊപ്പമാണോ ജോലി ചെയ്യുന്നത് അതിൻ്റെ രീതിയും, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് അതിലൂടെയുമാണ് ആശീർവാദം ലഭിക്കുക. അതിനായി ആദ്യം സ്വന്തം ലാഭത്തിനേക്കാൾ കൂടുതലായി കൂടെയുള്ളവരുടെ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കണം. കലിയുഗത്തിൽ എല്ലാവരും ഒറ്റ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. എൻ്റെ ലാഭം, എൻ്റെ നേട്ടം, എൻ്റെ ലാഭം മാത്രം ചിന്തിച്ച് ധനമുണ്ടാക്കുന്നു. മറ്റുള്ളവരുടെ ലാഭത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ആശീർവാദങ്ങൾ സമ്പാദിക്കുന്നു. അങ്ങനെ ആശീർവാദം സമ്പാദിച്ചാൽ ധനം താനെ വന്നു ചേരുന്നു. മറ്റുള്ളവരുടെ നേട്ടത്തെക്കുറിച്ച് ആലോചിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് ലാഭമുണ്ടാവട്ടെ എന്ന് കരുതി ബിസിനസ് ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല 2 കൂട്ടരിലും ആർക്കാണ് നേട്ടമുണ്ടാകേണ്ടത്? ആർക്കാണുണ്ടാകേണ്ടത്? നമ്മളോടൊപ്പം ബിസിനസ് ചെയ്യുന്നവർ ധാരാളം സമ്പാദിക്കണം എന്നല്ല, അവർ സന്തുഷ്ടരായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ആശീർവാദം ലഭിക്കുന്നു. ഇതിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ ധനം കൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലുണ്ടാകുന്നു. മനസ്സിൻ്റെ എഫക്റ്റ് ശരീരത്തിനെ ബാധിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ സോഴ്സ് ഓഫ് എനർജി ധനമാണ്. ധനം ക്ലീൻ അല്ലെങ്കിൽ വരുന്ന ഭക്ഷണം, മനസ്സ്, ശരീരം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പ്രോസസ് പ്ലാനിലെ ആദ്യ കാര്യം തന്നെ ശരിയായിരിക്കണം. എന്നാൽ ഇതിനു വേണ്ടിയുള്ള ഡെഫിനിഷൻസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം പുറമേ ഡെഫിനിഷൻസ് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് പുറമേ നോർമലായി കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമുക്ക് നോർമലിൻ്റെ ഡെഫിനിഷൻ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. എല്ലാവരും ഇത് ചെക്ക് ചെയ്യണം. അവനവൻ്റെ ജോലിസ്ഥലത്ത് ഇതൊരു ഹോംവർക്കായി എടുക്കണം. പിന്നീട് നാളെ ഇതിന് ചെക്ക് ചെയ്യണം. അവനവൻ്റെ ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്ന രീതിയിൽ, പെരുമാറ്റത്തിൽ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ആ ഒരു മാറ്റത്തിലൂടെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആശീർവാദങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ പറ്റുമോ? 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 യെസ്. സ്വയം സാക്ഷിയായിരുന്നു കൊണ്ട് ചെക്ക് ചെയ്യണം. ഡിറ്റാച്ച്ഡ്. എനിക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും എങ്ങനെയുള്ള എനർജികളാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കരുത്, അവരുടെ കാഴ്ചപ്പാടിൽ കാണണം. എൻ്റെ ചുറ്റുപാടിൽ നിന്ന്, എൻ്റെ ആളുകളിൽ നിന്നും എനിക്ക് എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കർമ്മം എങ്ങനെയാണ്? സൂക്ഷ്മമായി ചെക്ക് ചെയ്യണം. എനിക്ക് എൻ്റെ ചുറ്റിലുമുള്ള ആളുകളിൽ നിന്നും എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇതാണ് എൻ്റെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലൂടെ എൻ്റെ ജീവിതം സുന്ദരമായി മാറുക തന്നെ ചെയ്യും. മാത്രമല്ല, ആത്മാവ് ഏത് നിമിഷത്തിലാണോ ഈ ശരീരം ഉപേക്ഷിച്ചു പോവുകയും മറ്റൊരിടത്ത് ജന്മമെടുക്കുകയും ചെയ്യുന്നത്, അപ്പോൾ ജോത്സ്യൻ എന്താണ് പറയുക? ഈ കുട്ടി കുടുംബത്തിലേക്ക് എത്ര വലിയ ഭാഗ്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവൻ്റെ ജീവിതത്തിൽ രാജയോഗം മാത്രമാണുള്ളത്. ശരിയാണ്. എന്തിൻ്റെ ബേസിസിലായിരിക്കും അങ്ങനെ പറയുന്നത്? ചില ആത്മാക്കൾ എങ്ങനെയാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് കണ്ടിട്ടില്ലേ? സ്മൂത്ത് ആയിരിക്കും. എന്നാൽ ചിലർക്ക് വിഘ്നങ്ങൾ മാത്രമായിരിക്കും. എന്തിൻ്റെ ബേസിസിലാണ്? ഭഗവാൻ ഡിസൈഡ് ചെയ്യുന്നതല്ല. ഭാഗ്യം, ലക്ക്, ഡെസ്റ്റിനി എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന ബാലൻസ് ഷീറ്റ് തിരികെ ലഭിക്കുന്നതാണ്.